ശ്രീ ജ്യോതികുമാർ ചാമക്കാല, തുടക്കം മുതൽ ഈ സമരത്തെ പറയാൻ കേട്ട പല പല ന്യായങ്ങൾ നമ്മൾ കേട്ടു. സാക്ഷാൽ എളമരം കരീം ഇവരെ പാട്ടപ്പിരിവാറ സമരം എന്ന് വിളിക്കുന്നത് കേട്ടു. സാംക്രമിക രോഗം പറഞ്ഞ കീടാണു എന്ന് പത്തനംതിട്ടയിലെ ഒരു നേതാവിന് അധമ വാക്കുകൾ കേട്ടു. വേറൊരു നേതാവിന് സുരേഷ് ഗോപി ഉമ്മ പോലെ വൃത്തികെട്ട വാക്കുകൾ നമ്മൾ തുടക്കത്തിൽ കേട്ടതാണ്. എന്തായാലും നാളുകൾ ഇത്രയാകുമ്പോഴേക്കും അത്തരത്തിലുള്ള വൈകൃത വാക്കുകൾക്ക് ഒരു അറുതിയുണ്ട്. ഇപ്പൊ എം എ ബേബിയൊക്കെ ബൗദ്ധിക ഭാഷയിൽ വിമോചന സമരം എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. അത്രയ്ക്കൊരു സമാധാനം ഉണ്ടല്ലോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഹാഷ്മി, നോക്കൂ, നമ്മളൊരു വല്ലാത്ത ഗതികേടിലാണ് ഈ കേരളീയ സമൂഹം നിൽക്കുന്നത്. കേരളത്തിലെ സമൂഹത്തിന് പരിപൂർണമായി അറിയാം ഈ സഹോദരിമാരുടെ സമരം തീർച്ചയായും ന്യായമാണ് എന്ന്. ഈ സഹോദരിമാരെ സംബന്ധിച്ച് അവരുടെ കുടുംബം കഴിഞ്ഞു പോകാൻ 232 രൂപ പോരാ എന്ന് കേരളീയ സമൂഹത്തിനോട് പറഞ്ഞിട്ട് പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ട് 63 ദിവസമായി. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം, അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ വേണം, അവർക്ക് സമയബന്ധിതമായി ഓണറേറിയം ലഭിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരരംഗത്തേക്ക് വന്നിട്ട് 63 ദിവസമായി പ്രത്യക്ഷ സമരവുമായി വന്നിട്ട്. അതിനു മുമ്പ് CITU ഇതേ അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് ഇതേ ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്ത് സമരം നടത്തിയല്ലോ, NH മുമ്പിൽ സമരം നടത്തിയല്ലോ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയല്ലോ. അന്നൊന്നും ഭാസ്കർ ഇങ്ങനെയല്ലോ പറഞ്ഞത്, അന്നൊന്നും CITU ഇങ്ങനെയല്ലോ പറഞ്ഞത്, അന്നൊന്നും ഇടതുപക്ഷം ഇങ്ങനെയല്ലോ പറഞ്ഞത്, അന്നൊന്നും മുഖ്യമന്ത്രി ഇങ്ങനെയല്ലോ പറഞ്ഞത്, അന്നൊന്നും ശിവൻകുട്ടി ഇങ്ങനെയല്ലോ പറഞ്ഞത്, അന്നൊന്നും MA ബേബി ഇങ്ങനെയല്ലോ പറഞ്ഞത്, അന്നൊന്നും MV ഗോവിന്ദൻ ഇങ്ങനെയല്ലോ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം? ഇവർക്ക് അജണ്ടയുണ്ട്. ഹസ്കർ ഉൾപ്പെടെ പറയുകയാണ് ഇവർക്ക് പ്രത്യേക അജണ്ടയുണ്ട്. എന്ത് അജണ്ട? നിങ്ങൾ പറയുക. മാധ്യമങ്ങൾ പറയുന്നില്ല, ശരി, സമ്മതിച്ചു. പ്രതിപക്ഷം പറയുന്നില്ല, സാംസ്കാരിക നായകർ പറയുന്നില്ല, എല്ലാം സമ്മതിച്ചു. നിങ്ങളൊന്ന് പറ, എന്താ അവരുടെ അജണ്ട? ഇവിടെ സായുധ വിപ്ലവം ഉണ്ടാക്കാനാണോ? ഈ സംസ്ഥാനത്ത് ഭരണം അട്ടിമറിക്കാനാണോ? ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാൻ വേണ്ടിയാണോ അവരുടെ സമരം നടത്തുന്നത്? അവരുടെ ദൈനംദിന ജീവിത മാർഗത്തിന് 232 രൂപയുള്ള തുക അവർക്ക് വർദ്ധിപ്പിച്ച് നൽകണം. അവരാവശ്യപ്പെട്ടത് ദിവസം 700 രൂപ വേണമെന്നാണ്. വേണ്ട, നിങ്ങൾ 1 രൂപ കൂട്ടിക്കൊടുക്കാദ്യം. നിങ്ങൾ 1 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്ക്. നിങ്ങളൊന്ന് ചർച്ച നടത്ത്. ഞങ്ങൾ ചർച്ച നടത്തി 3 തവണ, വലിയ വീരവാദം മുഴക്കുന്നുണ്ടല്ലോ, 3 തവണ ചർച്ച നടത്തിയെന്ന്. നടത്തിയിട്ട് എന്താ ഉണ്ടായത്? മന്ത്രി പറയുന്നു ഞാൻ കേന്ദ്രത്തിൽ പോയി സംസാരിക്കാമെന്ന്. കേന്ദ്രത്തിൽ പോയി സംസാരിക്കുന്നത് ഇൻസെൻറ്റീവിനെ കുറിച്ചല്ലേ? ഇൻസെൻറ്റീവിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള MP മാർ ആവശ്യം ഉന്നയിച്ചല്ലോ. അതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മറുപടിയും പറഞ്ഞിട്ടുള്ളൂ. ഇവരാവശ്യപ്പെട്ടത് സംസ്ഥാനത്തിൻ്റെ ഹോണറേറിയം വർദ്ധിപ്പിക്കണം എന്നല്ലേ? ആ സംസ്ഥാനത്തിൻ്റെ ഹോണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്തത്? പിന്നെ ആരും മിണ്ടില്ലല്ലോ. ഇന്നലെ ചർച്ച വിളിച്ചതിൻ്റെ പേരിൽ ശിവൻകുട്ടിയെ എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസോ ശിവൻകുട്ടിയോടും മുഖം കറുപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇന്ന് ശിവൻകുട്ടി തിരിച്ചു മറുപടി പറയുന്നത്. ആദ്യം പറഞ്ഞത് എന്നെ കാണാനിരുന്നവരെ ഞാൻ കാണുമെന്നൊക്കെയാണ്. ചോദ്യം ഒറ്റ മിനിറ്റ്